ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കും. എല്ലാ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചനകൾ. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വി.ഡി. സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. തുടർന്ന് അദ്ദേഹം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് എംഎൽഎമാരുടെ പിന്തുണക്കത്ത് കൈമാറി. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് കെപിസിസി ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി.ഡി. സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 26 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം ഒരു തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി.ഡി. സതീശൻ. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂ എന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിച്ച അദ്ദേഹം ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും വ്യക്തമാക്കി. മുതിർന്ന സിപിഐഎം നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു. സിപിഐഎം സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3ാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണിതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡനും നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. ജൂൺ 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഫിറ്റ്നസ് പരിശോധനയ്ക്കായി 17 പോയിന്റുകളുള്ള വിശദമായ ഒരു ചെക്ക് ലിസ്റ്റും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇടവം 1 നാളെ രാവിലെ 5-ന് നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19-ന് രാത്രി 10-നാണ് നടയടയ്ക്കുക. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ മൊത്തവില സൂചിക പണപ്പെരുപ്പം 42 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. ഇക്കഴിഞ്ഞ മാർച്ചിൽ 3.88% പണപ്പെരുപ്പം ഏപ്രിലിൽ 8.3% ഉയർന്നു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പഞ്ചാബ് 14-ാം ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസ് എടുത്തിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399-ലും നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 1,19,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.